ഏതായാലും സി പി ഐക്ക് അത് കൊച്ചേട്ടനാണോ വലിയേട്ടനാണോ എന്ന് ഇപ്പോഴും കൃത്യമല്ല. കൊച്ചേട്ടനാണെന്നാണ് സി പി എമ്മുകാർ പറഞ്ഞത്. സി പി ഐക്കാർ പറഞ്ഞില്ല ഞങ്ങളാണ് വലിയേട്ടനെന്നാണ്. ഏതായാലും സി പി ഐക്ക് ഒടുവിൽ ധൈര്യം വന്നിരിക്കുന്നു. ഒരു കാര്യം അവരങ്ങ് വിളിച്ചു പറഞ്ഞല്ല, അവരെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തീരുമാനമായത്, ചർച്ചയായത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചതാണ്. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതായത് അവർ ആദ്യമൊക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവർ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഇൻസൈഡ് റിപ്പോർട്ടാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ, പിണറായി വിജയനും CPMകാരും ചേർന്ന് ജനങ്ങളെ എത്രത്തോളം വെറുപ്പിക്കാമോ മാക്സിമം വെറുപ്പിച്ചു, അത്രത്തോളം വെറുപ്പിച്ചു. അതായത് ജനത്തെ അവഗണിക്കുന്ന രീതിയിൽ ശക്തമായിട്ടുള്ള ഇവർ വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടല്ല ഏകാധിപത്യപരമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ള ആ ഒരു പോയിന്റ് തന്നെയാണ്. അത് വാസ്തവമാണല്ലോ. സാധാരണക്കാരൻ്റെ പ്രശ്നം വരുമ്പോൾ ഇവർ കണ്ടില്ലെന്ന് ഭാവിക്കും അവരെ പുച്ഛിക്കുകയും നമ്മുടെ നാട്ടിലെ പ്രവാസി മുതലാളിവരെ കാര്യം വരുമ്പോൾ മാത്രം അവരുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു ഉത്സാഹം കാണിച്ചിട്ടുള്ളത്, പിന്നെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ. അതല്ലാതെ ഇവർ നാട്ടുകാരുടെ കാര്യത്തിൽ ഒരു താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരമായ സത്യമാണ്. CPI നേതാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ ഇത്രയും സമയമെടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത് സ്വാഭാവികം നമ്മൾ ചോദിക്കേണ്ടി വരും. അല്ല, പിണറായി വിജയൻ്റെ കാലത്ത് എന്താണ് കള്ളക്കേസുകളുടെ കൂമ്പാരമായി. പിണറായി വിജയനെതിരെയോ CPMൻ്റെ ഏതെങ്കിലും നേതാവിനെതിരെയോ വാർത്തയോ എന്തെങ്കിലും ഒരു ട്രോളോ വന്നാൽ അപ്പം തന്നെ കലാപാഹ്വാനം ചുമത്തി കേസെടുത്തു. അതായത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള വ്യക്തികൾക്ക് പോലും നീതി കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അവർക്കാണ് നീതി കിട്ടാത്തത്. സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവർക്ക് നീതിയില്ല. കാരണം ഇവർ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവർക്ക് മുതലാളിമാരുടെ കാര്യത്തിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് വന്നു. അതെ, സാധാരണക്കാരനെ പുച്ഛമായിരുന്നു ഇവർക്ക്. പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിൽ ചെല്ലുന്ന സാധാരണക്കാരെ പുച്ഛിച്ചു വിടുക എന്നുള്ളതിന് ഇവരുടെ രീതി. എത്രയോ യുവാക്കളെ പിണറായി വിജയനെതിരെ പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് എത്രയോ യുവാക്കളെ പിടിച്ച് തുറുങ്കിലടച്ചിട്ട് അത് ഏത് വകുപ്പിൽ അടച്ചു എന്ന് ചോദിച്ചാൽ കലാപാഹ്വാനം പോലുള്ള വകുപ്പുകൾ ചുമത്തി നേരെ കോടതിയിലോട്ട് വേണ്ടിയില്ല. കോടതികൾ ഒന്നും നോക്കുന്നില്ല, അപ്പോഴേ ഇവരെ റിമാൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതിനകത്തെ ഒരു മെറിറ്റോ ഡീമെറിറ്റോ ഒന്നും നോക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെ ആരും ശബ്ദിക്കാൻ പാടില്ല, അയാൾക്കെതിരെ ഇപ്പം അയാൾ പരാതിയും കൊണ്ട് നടക്കുക. ഒന്ന് ആലോചിച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസം അതായത് ഇപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം അവർ യഥാർത്ഥ നിയമത്തിന്റെ വഴിയെ പോവാം. ഇതെല്ലാം തിരിച്ചടിക്കുകയാണ്. അപ്പം തിരിച്ച് സതീശന് ചോദിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ പണ്ട് താൻ കാണിച്ച എന്ത് കൊണ്ടാണോ എന്ന് തിരിച്ച് ചോദിക്കാമല്ലോ. അല്ല, നേരത്തെ നമുക്കറിയാം, നമുക്കൊക്കെ എതിരെ കള്ളക്കേസ് എടുത്ത് വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അതായത് ചീഫ് എഡിറ്റർക്കെതിരെയും എനിക്കെതിരെ എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ വാർത്ത ഇടുന്നതിന് പൈസ ചോദിച്ചു എന്നും പറഞ്ഞ് അടൂരിലെ ഒരു ഫ്രോഡ് ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട്, അയാളുടെ പരാതിയിൽ ഞങ്ങൾക്കൊക്കെ എതിരെ കേസ് എടുത്ത് വെച്ചു. ഈ കേസ് കള്ളക്കേസാണെന്ന് അപ്പം തന്നെ പോലീസിന് അറിയാം. ഇത് കേസ് കള്ളക്കേസാണെന്നും ഇയാൾ ചമയ്ക്കുന്നതാണെന്നും അവിടെ ഇരിക്കുന്ന SHO മുതൽ SP വരെ അറിയാം. പക്ഷേ ഇവർ കേസെടുത്ത് FIR ഇട്ട് നമ്മളെ നാറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വാർത്തകൾ അടിപ്പിക്കാൻ വേണ്ടിയാണ്. അവരുടെ അറ്റംപ്റ്റ് ഒന്നും വിജയിച്ചില്ല. അപ്പോൾ നമ്മൾ അന്നും പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പണം ചോദിച്ചെങ്കിൽ അതിനകത്ത് തെളിവ് കൊണ്ടുവരണം. തെളിവില്ല, പിന്നെന്താണ് കാരണം? അത് ഞങ്ങളെ സ്ഥിരമായിട്ട് ഞങ്ങൾക്കെതിരെ വാർത്ത എഴുതുന്നു. ശരി, നിങ്ങൾക്ക് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാമല്ലോ. ഒരൊറ്റ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഫയൽ ചെയ്യാൻ പറ്റൂല? കാരണം കൃത്യമായ രേഖകളും കൃത്യമായ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ ഡിഫമേഷൻ കേസിനെ ഭയപ്പെട്ട ഇവർ അന്ന് നമ്മളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഈ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ ഇപ്പം നിയമത്തിന്റെ വഴിയെ തിരിഞ്ഞിരിക്കും. മനോരമയ്ക്കെതിരെ MV ഗോവിന്ദൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. 1 കോടി രൂപ നഷ്ടപരിഹാരം. 1 കോടി എന്താണ് വിഷയം? വളരെ കുറഞ്ഞ കാശാണ്. അതായത് MV ഗോവിന്ദൻ പറയുന്ന ഞങ്ങൾ എന്താ നേതൃസ്ഥാനത്തു നിന്ന് മാറത്തില്ലെന്നോ കണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് മനോരമയിൽ ഒരു വിശകലനം വന്നു. അപ്പം ആ മനോരമയ്ക്കെതിരെ ഒരു 1 കോടി രൂപ നഷ്ടപരിഹാരം വക്കീൽ നോട്ടീസാണ് അയച്ചത്. വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നതിനകത്ത് പറയുന്ന ഇതാണ് വ്യാജ വാർത്ത സൃഷ്ടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഈ നോട്ടീസിനൊന്നും അവർ നിൽക്കുകയില്ല. നേരെ ഒരു കള്ളക്കേസ് എടുക്കുന്നു, മനോരമ ലേഖകന്റെ ഫോൺ പിടിക്കുന്നു, അയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ക്രൈംബ്രാഞ്ചിന് വിടുന്നു, അറസ്റ്റ് ചെയ്യുമെന്ന ഭീതി, അവരെ എല്ലാം അറസ്റ്റ് ചെയ്യുമെന്ന ഭീതി പരത്തുന്നു, അവരെ ഒളിവിൽ പോകാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ അതങ്ങ് പോട്ടെ. പിണറായി വിജയൻ കൊണ്ട് പരാതി കൊടുത്തിരിക്കുന്നു. പിണറായി വിജയന് എതിരെ ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് പിണറായി വിജയൻ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട്? അത് പിണറായി വിജയൻ ആർക്കെതിരെ കൊടുത്തത്? അതോ നേതാക്കന്മാർക്കെതിരെ മറ്റോ കൊടുത്തു? ഇവർക്ക് നാണമോ ഉളുപ്പോ എന്നൊരു സാധനം ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ യുവമാരെ പൊളിച്ചടിക്കുന്ന മുമ്പ് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിലായില്ല, അങ്ങനെ നഗ്നരാണെന്നുള്ള സത്യം യുവമാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് അത് തന്നെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞത്. ഒന്ന്, ഈ CPMകാരൻ്റെ അഹങ്കാരം, ധാർഷ്ട്യം, ഭരണവിരുദ്ധ വികാരം, ശക്തമായ ഭരണവിരുദ്ധ വികാരം
ഇവർ കാരണം തന്നെ ഉണ്ടായി. 2, ഇവർ ഈ പാർട്ടിക്കുള്ളിൽ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ, അതായത് ജി സുധാകരനെ പിന്നെ നമ്മുടെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെയും മറ്റേ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരും ടി കെ ഗോവിന്ദൻ തളിപ്പറമ്പ് ഇവരെയൊക്കെ ജി സുധാകരനെയും ഇവരെയൊക്കെ വെറുപ്പിച്ചു. അത് മറ്റൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗം മുഴുവൻ പോയി കിട്ടി. പിന്നെ ന്യൂനപക്ഷങ്ങളോടുള്ള വിരുദ്ധത, പിന്നെ ഇവരുടെ മുതലാളിത്ത സമീപനം, ഇതെല്ലാം ശക്തമായി തിരിച്ചടിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പിഴവ്, ഇത് കാരണം ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് വെക്കുന്നത് CPI-ക്കാർ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ജയിച്ചു വന്നു. അതെ, പി പ്രസാദിനെ പോലെ ആൾ ജയിച്ചു വന്നു. പക്ഷേ പിന്നെ കെ രാജൻ ജയിച്ചു, GR അനിൽ ജയിച്ചു, ചിഞ്ചുറാണി മാത്രമാണ് തോറ്റത്. ചിഞ്ചുറാണിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ചിഞ്ചുറാണി തോറ്റത്. പിന്നെ അവരുടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ജയിച്ചു വന്നു. എന്നാൽ പോലും CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ മോശമായി. അല്ല, അപ്പോഴിവിടെ വരുന്നൊരു ചോദ്യമുണ്ട്. ഈ CPI-ക്കാരൊക്കെ ഈ ഭരണം നടത്തി തോന്നിയ ദിവസം കാണിക്കുമ്പോൾ തിരുത്താനുള്ളത് ധൈര്യം ഇല്ലായിരുന്നു. സഖാവ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് മര്യാദക്കുള്ള ഭാഷയിൽ പോലും പറയാനുള്ള നട്ടല് അവർക്കില്ലാതെ പോയത്. അല്ല, ഇവർക്ക് ഇപ്പൊ തന്നെ ഇവർ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ചോദിച്ചു, കൊടുത്തിട്ടില്ല. പണിയാക്കാൻ പറഞ്ഞു, അവർ കൊടുത്തിട്ടില്ല. പിന്നെ ഇവരുടെ സംസ്ഥാന സെക്രട്ടറിമാർ, ഒന്ന് കാനമായിരുന്നു. കാനം കൊണ്ട് പിണറായിയുടെ കക്ഷത്തി തല വെച്ചു കൊടുത്തു. കാരണം കാനത്തിൻ്റെ എന്തോ വ്യക്തിപരമായ വിഷയങ്ങളുടെ പേരിൽ അയാൾ പിണറായിക്ക് കീഴടങ്ങി. അതിനുശേഷം അയാൾ ഇപ്പം സുകുമാരൻ നായർ പിണറായിക്ക് കീഴടങ്ങിയതുപോലെ തന്നെ ഇയാൾ സ്വന്തം ആവശ്യം നേടാൻ വേണ്ടി കീഴടങ്ങി. ഇപ്പം കാനത്തിൻ്റെ മരണശേഷം ബിനോയ് വിശ്വം വന്നപ്പോൾ എല്ലാവരും കരുതി ബിനോയ് വിശ്വമെങ്കിലും ശക്തമായ നിലപാടെടുക്കും. അദ്ദേഹവും ഇത് തന്നെ അദ്ദേഹത്തിന് ബിനോയ് വിശ്വത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നതും ആമസോണിൽ തീപിടിക്കുന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യനെ കുറിച്ച് പുള്ളി ചിന്തിക്കാൻ സമയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെയും വീട്ടുകാരെല്ലാവരും പഠിച്ചൊക്കെ വിദേശത്തൊക്കെയാണ്, വിദേശ ആഭിമുഖ്യമുള്ള ആളായിരിക്കും. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനുമില്ല. ഒരു ആഗോള ചിന്താഗതിക്കാരാണ് അദ്ദേഹം. അപ്പോൾ അതും പറ്റി. അതുപോലെ തന്നെ ഇവർ ഈ പിണറായി സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നു, വോട്ടർമാർ വെല്ലുവിളിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ മതി, അടുത്ത തവണ ഞാൻ മരണമെങ്കിൽ എന്നെ നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയി. അത് പിന്നീട് ഇപ്പോൾ രാജീവൊക്കെ പറഞ്ഞതാണ് LDF അല്ലാതെ മറ്റാരെന്നുള്ളത് തിരിച്ചടിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ 2ാം പിണറായി സർക്കാർ ജനങ്ങളെ അപ്പാടെ വെറുപ്പിച്ചു എന്നാണ് ഈ ഇൻസൈഡ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വാഭാവികം മാത്രം. കാരണം ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു വലിയ സംഘത്തിനെ കൊണ്ടുവന്ന് ആദ്യം ജയിച്ചവരെല്ലാം പിടിച്ച് മന്ത്രിമാരാക്കി കൂട്ടത്തോടുകൂടി. പ്രത്യേകിച്ച് CPI ആദ്യം മന്ത്രിമാരായ പി പ്രസാദിനെ പോലുള്ളവർ അവർ ശരിക്കും അടിസ്ഥാനപരമായ കഴിവുള്ള ആൾ തന്നെയായിരുന്നു. അവർക്കത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. GR അനിലൊക്കെ അത് സാധിച്ചു. പക്ഷേ ഇവിടെ അത് നടന്നില്ല. CPM-ൽ തോന്നിയ വാസമായിരുന്നു. ഓരോരുത്തരും വകുപ്പ് കിട്ടിയവർ ആഘോഷിക്കുകയായിരുന്നു. ഈ പണ്ട് ഈ കോൺഗ്രസിനെ കുറിച്ച് പറയുമല്ലോ, കോൺഗ്രസ് ഒരാൾക്കൊരു വകുപ്പ് കിട്ടിയ പിന്നെ അവൻ്റെ തറവാട്ട് മുതൽ അതിൻ്റെ വേറെ പതിപ്പ് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. അവിടെ ഭാര്യമാരെ മന്ത്രിമാരാക്കുന്നത് ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അവർ ഭംഗിയായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും ചെയ്തു. അതായത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട. ജനങ്ങളെ പേടിച്ചോടുകയല്ലേ, 40 വണ്ടിയും കൊണ്ട് നടക്കില്ലായിരുന്നു. അതുപോലെ ഈ പെൻഷൻ കുടിശ്ശിക കുമിഞ്ഞുകൂടി. ഇവർക്ക് പെൻഷൻ കൊടുക്കാനോ കുട്ടികളുടെ ലംസം ഗ്രാൻഡ് കൊടുക്കാനോ ഒന്നും പണമില്ലായിരുന്നല്ലോ. അതായത് സപ്ലൈകോയിൽ സാധനങ്ങളേ ഇല്ല. ഡിപ്പോയിൽ സാധനം ഇല്ലെന്നും പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചതിന് ഒരാളെ സ്ഥലം മാറ്റിയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നു. അല്ലെ വീണ്ടും അതേ ഡിപ്പോയിലേക്ക് തിരിച്ചെടുത്തു. അത് വേറൊരു രസം. അപ്പോൾ ഈ സപ്ലൈകോയിൽ വിലക്കയറ്റം, അപ്പോൾ ഇതെല്ലാം വന്നു. അത് ഒരു ഘടകം. അതാണ്ട് ഒരു 50% ഭരണപരാജയം അതാണ്. അതിന് പിന്നാലെയാണ് ഇവർ യാതൊരു ഇതുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി നിർണയം, യാതൊരു ലോജിക്കുമില്ലാത്ത സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി നിർണയം പാളി. അതെല്ലാം ഇതിന് തിരിച്ചടിയായി. അതുപോലെ ഈ വർഗീയ ശക്തികളോട് UDF മൃദു സമീപനം സ്വീകരിച്ചെന്നും അത് BJPക്ക് തുണയാമെന്ന് ഇവരുടെ ഇൻസൈഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം ഉപരി ഈ ന്യൂനപക്ഷങ്ങളെ ഇവർ പിണക്കി. പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ചങ്ങാതിമാരായിക്കൊണ്ട് ഒരേ കാറിൽ ഒന്നിച്ച് സഞ്ചരിച്ച് എവിടൊക്കെ CPM നിർത്തിയ മുസ്ലിം സ്ഥാനാർത്ഥികൾ വരെ തോറ്റുപോയി. മാത്രമല്ല UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ജമാഅത്ത് ഇസ്ലാമിക്കായിരിക്കും പ്രസംഗിച്ചു. എന്താണെങ്കിലും അതിനൊപ്പം തന്നെ CPI സ്വയം വിമർശനവും അതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ സ്വയം വിമർശനം നടത്തിയ KR ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ചടയമംഗലത്തെ പഴയ MLA അദ്ദേഹത്തിനെതിരെ താക്കീത് കൊടുത്തിട്ടുണ്ട്, ശാസനയും കൊടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ആർജവത്തോടെ CPI കടുത്ത ഭാഷയിൽ CPM-നെ വിമർശിച്ചിരിക്കുന്നു. CPI ഇത്രയും സീറ്റ് തോക്കാൻ പോലും കാരണം CPM ആണ്. അതും പിണറായി വിജയനാണ്. അല്പം വൈകിയാൽ ഇവർ സമ്മതിക്കുകയല്ലോ. അല്ല, ഇവരിപ്പം CPI-ക്കാർ ഇതും പറഞ്ഞു അങ്ങോട്ട് ചെല്ലുമ്പോൾ CPI-ക്കാരുടെ അടുത്ത് ഇവർ സമ്മതിക്കുമോ? ഇവർ സമ്മതിക്കുകയല്ല. പഞ്ചായത്ത് ഇലക്ഷൻ 10 വോട്ട് കിട്ടാത്ത പാർട്ടി അവരെ സ്വയം വിശേഷിപ്പിക്കുക. അതെ,
അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ സഹായം കൊണ്ട് ജയിക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്രേ വില കൊടുക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്താണെങ്കിലും ശരി, CPI സ്വീകരിച്ച ശക്തമായ നിലപാട് അത് തുടർന്നും മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. CPM-ന് ഉള്ളിൽ അവർക്കും അറിയാം, പിണറായി വിജയനും അറിയാം, MV ഗോവിന്ദനും അറിയാം, ഞങ്ങൾ കാരണമാണ് ഇത് തോറ്റത്. അത് അറിയാമല്ലോ. ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാനം നശിപ്പിക്കുന്നതിന് ഞാനാണ് ഇതിൻ്റെ നശിപ്പിച്ച ആളെന്നുള്ള എല്ലാവർക്കും വ്യക്തമായ ധാരണയുള്ളതാണല്ലോ. ഉള്ളിൽ അങ്ങനെ അല്ല എന്ന് ഭാവിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും CPI-യുടെ ഈ നിലപാട് സ്വാഗതാർഹം തന്നെയെന്ന് പറയാം.